വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും സഹകരണത്തോടും കൂടി ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഏറെ വിനയത്തോടെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ ഒരു ദൗത്യത്തിനാണ് നാം ഇവിടെ ഇന്ന് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അത് വലിയ ഫലപ്രാപ്തിയിലേക്ക് പോകും. അപ്പോൾ ജില്ലയിൽ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തും നിങ്ങൾ വെളിയന്നൂർ പഞ്ചായത്തിനെ ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഞങ്ങൾ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഇത് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 വാർഡുകളെ വെളിയന്നൂർ പഞ്ചായത്തിൽ ഉള്ളൂ, ഏകദേശം 3000-ൽ താഴെ കുടുംബങ്ങൾ. പക്ഷേ നമ്മുടെ കേരളത്തിന് തന്നെ മാതൃകയാവുന്ന പല കാര്യങ്ങളും നിങ്ങൾ വെളിയന്നൂർ പഞ്ചായത്തിൽ പ്രിയപ്പെട്ട സജേഷ് ശശി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത് മാതൃകാപരമായി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ചാർജ് എടുത്തില്ലെങ്കിൽ പോലും ഇന്ന് ഞാനിവിടെ എത്തി നിങ്ങളോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹിച്ചതും വന്നതും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്ത വലിയ പ്രവർത്തനങ്ങളിൽ വലിയ ആദരവോടെ നോക്കി കാണുന്നതാണ് നമ്മുടെ ബഡ് സ്കൂളിൻ്റെയും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സംസ്ഥാന ആസൂത്രണ ബോർഡും കേരളത്തിലെ 14 ജില്ലാ പ്ലാനിംഗ് ഓഫീസുകൾ, കോട്ടയം അടക്കം, ഞങ്ങളും കൂടി അനുമേലാണെങ്കിൽ പോലും 14 ജില്ലാ പ്ലാനിംഗ് ഓഫീസും ആ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുക. കാരണം നിങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ്, അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അന്നത്തെ ദിവസം അതിൻ്റെ ഉദ്ഘാടന വേളയിൽ എത്തിയ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് സൂചിപ്പിച്ചത്, ജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിൽ ചിലപ്പോൾ സന്തോഷം തോന്നുന്ന ചില ദിവസങ്ങളിൽ ഒന്നായിട്ടാണ് അതിനെ അന്ന് പിന്നീട് പലപ്പോഴും റെഫർ ചെയ്ത് പറയാറുള്ളത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളോടൊപ്പം ഇനി ഒരു വലിയ കാര്യത്തിനായിട്ടുള്ള ദൗത്യത്തിലാണ് ഇന്ന് നമ്മൾ വെളിയന്നൂർ പഞ്ചായത്തിൽ നിൽക്കുന്നത്. നമ്മളിന്നിപ്പോൾ എത്തിയിരിക്കുന്നത് പറയുന്നത് നമ്മുടെ നെറ്റ് സീറോ കാർബൺ ശില്പശാല എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കാർബൺ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ് അല്ലേ? സാമാന്യവാദികൾ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് അവർക്കുള്ള ഓർമ്മയെന്ന് പറയുന്നത് സോഡയുടെ കാര്യത്തിലായിരിക്കും. അതുകൊണ്ട് ഗ്യാസ് കുറഞ്ഞു കിട്ടി എന്ന രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി കാർബൺ പേപ്പറിനെ സംബന്ധിച്ചുള്ളത് ചിലപ്പോൾ മനസ്സിലേക്ക് വരും. പക്ഷേ നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് വരെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുഞ്ഞടക്കമുള്ള വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഇന്ന് ശില്പശാലയിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഈ നാടിനു വേണ്ടിയുള്ള ഒരു വലിയ കർമ്മത്തിൻ്റെ തുടക്കം അതിൻ്റെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. FW ടൈലർ എന്ന് പറയുന്ന പ്രശസ്തനായ മാനേജ്മെൻറ്റ് വിദഗ്ധനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്. എന്ത് ജോലിയും, അത് വീട്ടിലാണെങ്കിലും ശരി, ഓഫീസിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും അയൽക്കൂട്ടത്തിലാണെങ്കിലും തൊഴിലുറപ്പിലാണെങ്കിലും ശരി, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു ജോലിയാണ്, അപ്പോഴും നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ഇതിനെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. 3 പേര് കല്ല് വെട്ടുന്ന പണിക്കായിട്ട് ഇരിക്കുകയാണ്, കരിങ്കല്ല് വെട്ടുന്ന പണി. ഒന്നാമത്തെ ആളോട് നടന്നു പോകുന്ന ആൾ ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, തനിക്ക് കാണാൻ മേലെ, ഞാൻ കരിങ്കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു. ഞാൻ കരിങ്കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചോദിച്ചു, രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഈ കല്ല് വെട്ടിക്ക് മാത്രമേ എനിക്ക് വൈകിട്ട് കൂലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല. അല്പം കൂടി മുന്നോട്ട് നടന്നു. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, സർ, ഞാൻ മാലാഖയ്ക്ക് തുല്യമായ ഒരു കുഞ്ഞിന് ഓടി നടക്കാനുള്ള വീട് പണിതുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഒരേ ജോലിയെ 3 രീതിയിലാണ് ആളുകൾ കാണുന്നത്. ഇതിൽ ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നാമത്തെ ആളോട് കണ്ണ് കാണാൻ മേലെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കൂട്ടത്തിലാണോ നമ്മൾ വീട്ടിലും നാട്ടിലും? രണ്ടാമതായിട്ട് എന്താണ്, എനിക്ക് ഈ ജോലി ചെയ്തെങ്കിൽ മാത്രമേ കാശ് കിട്ടുകയുള്ളൂ എന്ന് കരുതുന്ന പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അമ്മയും അച്ഛനുമാണോ എന്നുള്ളതും. മൂന്നാമത്തെ കാര്യം, വരും തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നതെന്നുള്ള കാഴ്ചപ്പാടിലാണോ നമ്മളെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എൻ്റെ വിശ്വാസം, വെളിയന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷമുള്ള ആളുകളും 3ാമത്തെ തലമുറയിൽ ആണ്, 3ാമത്തെ ഗണത്തിലാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജനങ്ങളും. അത് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിലെ വലിയൊരു മാതൃകയിലേക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത്. എന്താണ്? നെറ്റ് സീറോ കാർബണിലേക്ക് നിങ്ങളുടെ വെളിയന്നൂർ പഞ്ചായത്ത് വലിയ ഒരു മാതൃക സൃഷ്ടിക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന
പലപ്പോഴും പ്രായമുള്ളവർ അതുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സോഡ കുടിക്കുമ്പോൾ ഗ്യാസ് പോയി കിട്ടുന്നതെന്ന് ആഗ്രഹിക്കുന്ന ആശ്വസിക്കുന്ന ഒരു കാര്യം താരതമ്യേന വലിയ അപകടകാരിയാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. എന്തുകൊണ്ടാണ്? സോമൻ സാർ അത് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്യും. പക്ഷെ എന്നാൽ പോലും അതിന് ഭാഗമായിട്ട് പറഞ്ഞു പോകാതിരിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപകടകാരിയാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരാളോട് ചോദിക്കേണ്ട, ആരെങ്കിലും ഉത്തരം പറഞ്ഞ് വെളിയന്നൂരിൻ്റെ അഭിമാനം സംരക്ഷിക്കണം. എന്തുകൊണ്ടാണ്? പറയൂ, ആരെങ്കിലും പറഞ്ഞു. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഈ സാറിന് ഈ പരിപാടി വിളിക്കരുതെന്നാണ് ഞങ്ങളെല്ലാം പറയാം. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രശ്നം? ശരി, ഞാനത് പറയുമ്പോൾ നമ്മൾ വേണം പറയുന്നു. പറഞ്ഞു, ആരെങ്കിലും എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, തെറ്റിയാലൊന്നും കുഴപ്പമില്ലെന്നേ. നമ്മളിപ്പം ശില്പശാല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസംഗം കേട്ടേച്ച് പോവുക എന്നുള്ളതല്ല, വർക്ക്ഷോപ്പാണ്. ഇതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രശ്നം? അല്ലെ എന്തുകൊണ്ടാണ് അപകടകാരിയാണെന്ന് പറയാൻ കാരണം? പറഞ്ഞു, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു അല്ലേ. ചിലർ നമ്മൾ ത്യാഗം പറയുകയല്ലേ, ഇരിപ്പതാണ് 10-100 വർഷം എൻ്റെ തലയ്ക്ക് തിരിക്കുമെന്ന് പറയും അല്ലേ. അതുപോലെ ഇരിപ്പതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും അധികം കൂടുതൽ വിറ്റുപോയിട്ടുള്ള സംഭവം എന്താണ്? AC ആയിരുന്നു അല്ലേ. മാഡം, ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? വളരെയധികം ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് AC ഇല്ലെങ്കിൽ പാടാണെന്നുള്ള ഒരവസ്ഥ നമ്മുടെ പല സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാം എത്തുന്നുണ്ട്. പക്ഷേ വലിയ അപകടകാരിയായ ഒരു സംഭവമായിട്ട് മാറി. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങൾ. നമ്മുടെ കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ബുക്കിനകത്ത് നോക്കിയാൽ അറിയാം, ഹരിതഗൃഹ വാതകങ്ങളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. വേറെ ഒരു രണ്ടെണ്ണത്തിൻ്റെ പേര് പറയാമോ? വേറെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേര് കൂടി പറഞ്ഞാൽ ഞാൻ പറയും വെളിയിൽ എന്ന എല്ലാവർക്കും ഉണ്ട്. എന്താണ്? 2 ഹരിതഗൃഹ വാതകങ്ങൾ കൂടി അറിയാം. നിങ്ങൾക്കറിയാം, തെറ്റുമെന്ന് ഓർത്ത് പറയാതിരിക്കുന്നു. ശരി, പറഞ്ഞു. മീഥൈൻ, പിന്നെ ഒരെണ്ണം കൂടി. ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞു. അറിയാം, തെറ്റിയ നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, വെരി ഗുഡ്. പ്രത്യേകം കേട്ടോ, സമ്മാനം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം ഹരിതഗൃഹ വാതകങ്ങൾ നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇപ്പോൾ പറയുന്നത് ദേശാടനക്കിളി വരാറില്ല എന്നുള്ളതാണ്. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ കൂടി മയിലുകൾ ഇറങ്ങി നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഈ നാട്ടിൽ മയിൽ വല്ലതും വരാറുണ്ടായിരുന്നു? മയിൽ വരുന്നുണ്ട്. ചക്ക എന്തുണ്ടാകുന്നുണ്ട്? കാലമില്ലാത്ത കാലത്ത് ചക്ക കായ്ക്കുന്നു, മാങ്ങ കായ്ക്കുന്നു. ആവശ്യമുള്ളപ്പോൾ മാങ്ങയില്ല, ചക്കയില്ല, വെള്ളം പൊങ്ങുന്നു. ഒറ്റ മഴയിൽ എന്ത് ചെയ്യുന്നു? മണ്ണിടിച്ചിലുണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു, ജീവന് നാശമുണ്ടാകുന്നു, ഹാനിയുണ്ടാകുന്നു. ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. പല ദുരന്തങ്ങളുടെയും നടുക്കാണ് നമ്മളിത് ജീവിക്കുന്നത്. അപ്പോൾ ഈ ദുരന്ത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരും തലമുറയെ ഡൂംഡ് ജനറേഷൻ അഥവാ ശപിക്കപ്പെട്ട തലമുറ എന്ന രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ, മുഴുവൻ മനുഷ്യനല്ല ഉത്തരവാദി എങ്കിൽ പോലും ചില മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില അപകടങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉൽപ്പാദനം വലിയ തോതിൽ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാട്ടിലുണ്ടായി. എന്താ കാലാവസ്ഥാ വ്യതിയാനം? ജൂണിൽ പെയ്യേണ്ട മഴ എപ്പോൾ പെയ്യാൻ തുടങ്ങി? ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായിട്ട്. ഓഗസ്റ്റിൽ 2ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ വലിയ ഭയപ്പാടോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അല്ലേ. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ നമ്മുടെ നാട്ടിലേക്ക് പെയ്യാനായിട്ട് തുടങ്ങി. 2-3 ദിവസം പെയ്യേണ്ട മഴ ഒറ്റ മണിക്കൂറിനുള്ളിൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമാണ് അറബിക്കടൽ വല്ലാതെ ചൂട് പിടിക്കുകയും ആ ചൂടിൻ്റെ ഫലമായിട്ട് മേഘങ്ങൾ വളരെ കട്ടിയുള്ളതാവുകയും ആ കട്ടിയുള്ള മേഘങ്ങൾ സംഭരണശേഷി കൂടുകയും അതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിൽ അതിനകത്ത് ജലാംശം ഉണ്ടാവുകയും മഴ വലിയ കട്ടിക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായിരിക്കുന്നതിലെ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള വാതകങ്ങൾ നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഹരിതഗൃഹ വാതകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ കെടുതി അന്തരീക്ഷത്തിൽ 100 തൊട്ട് 300 വർഷം വരെ നിലനിൽക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ടോ? കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ പ്രവർത്തന ഫലമായിട്ട് ഏതൊക്കെ രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നും അതിനെ എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതുമാണ് നമ്മുടെ ശില്പശാലയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അംഗനവാടികളിൽ
സോളാർ പദ്ധതി സോമൻ സാർ അത് വിശദീകരിച്ച് പറയും. വലിയ മാതൃകാപരമായിട്ടുള്ളൊരു തുടക്കമാണ്. നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മുടെ വീടുകളിലേക്ക് സോളാർ മാത്രമല്ല, ഏതാണ് ഈ ഫോസിൽ ഇന്ധനങ്ങളായിട്ടുള്ള വിറകടക്കമുള്ള ഇന്ധനങ്ങളുടെ ഇന്ധനങ്ങളുടെ ഉപയോഗക്ഷമതയും ഉപഭോഗവും കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് സീറോ കാർബണിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്ന മരങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ വീടിലും പൊതുയിടങ്ങളിലും വെച്ച് പിടിപ്പിക്കണം, വേണ്ട എവിടെയും വരും. അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങൾ ശുദ്ധമാക്കിയിടണം. കാരണം എന്താണ്? ഈ കാർബൺ ഫിക്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഊർജ്ജപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. യാതൊരു സംശയവും വേണ്ട, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്മ്യൂണിറ്റി അവയർനെസ് ഉള്ള പൊതുബോധമുള്ള ആളുകളാണ് നമുക്കറിയാം. 1957 സർക്കാരിൻ്റെ കാലത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിനും ജന്മികുടിയാൻ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും നമുക്ക് വിത്തുവാകാൻ സാധിച്ചു. ഇന്ത്യയിലൊട്ടാകെ അത് മാതൃകയാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. രണ്ടാമത് 1980കളുടെ അവസാനം സാക്ഷരതാ പ്രസ്ഥാനത്തെ നമ്മൾ ഊർജ്ജസ്വലമായി ഏറ്റെടുത്തു, ആവേശത്തോടെ ഏറ്റെടുത്തു. ആ സാക്ഷരതാ പ്രസ്ഥാനം എന്തായി? കേരളത്തിന് അഭിമാനമായി മാറി, ഇന്ത്യയിൽ ഒട്ടാകെ മാതൃകയായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് 1990 കുടുംബശ്രീ പ്രസ്ഥാനത്തെ നമ്മൾ ഏറ്റെടുത്തു, വളരെ ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോയി, വിജയകരമായ മാതൃകയുണ്ട്. അതോടൊപ്പം തന്നെ നാം ഇന്ന് ഏറ്റെടുക്കുന്ന വലിയൊരു ദൗത്യമാണ് നവകേരള നിർമ്മിതി എന്ന് പറയുന്നത്. അപ്പോൾ നവകേരള നിർമ്മിതി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ കേരളത്തെ ഏറ്റവും വാസയോഗ്യമാക്കി മാറ്റുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്ന രീതിയിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രകൃതി വിഭവങ്ങൾ ഇവിടെ നിലനിർത്തിക്കൊണ്ട് മെച്ചപ്പെട്ട ജീവിതം, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, മെച്ചപ്പെട്ട ജീവിതം നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കുന്നതിനായിട്ടുള്ള ദൗത്യമാണ്. മാതാപിതാക്കളും പൊതുപ്രവർത്തകരും എന്ന രീതിയിൽ ആ വലിയ ഉത്തരവാദിത്വം, വലിയ ദൗത്യം വളരെ ആർജവത്തോടും ഉത്തരവാദിത്വബോധത്തോടും കൂടി നടത്തുവാനായിട്ട് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.